ഹലോ, അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമ്മൾ പുട്ടും കടലയും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ കടലക്കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞ് ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലോണം വഴറ്റിയെടുക്കണം, ഇതിന്റെ പച്ചമണം മാറുന്നവരെ. അടുത്തതായിട്ടൊരു പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. കടലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. നമ്മൾ കടല വേവിച്ച വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു 5 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു സിമ്പിൾ കടലക്കറിയാണ്. അപ്പോൾ നമ്മൾ പുട്ടും കടലക്കറിയും അതേപോലെ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാ.